السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമുർറാഹിമായ റബ്ബ് നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു നമ്മോട് ഉൾപ്പെടുത്തി തരട്ടെ. ബാബു മാ ജാ ഫി സിഫതി കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ശഈരി. നബിതങ്ങളുടെ കവിതയിലുള്ള നബിതങ്ങളുടെ സംസാരം, കവിതകളെക്കുറിച്ച് പറയുന്ന പാഠമാണ്. നബിതങ്ങൾ പാട്ട് പാടാറുണ്ടായിരുന്നു. നബിതങ്ങൾ കവിയല്ല, പാട്ട് പാടുന്ന ആളുമല്ല. നമുക്ക് കവിത അറിയൂല്ല. ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, ഹൽ കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതമസ്സലു ബിശൈഇൻ മിന ശീരി. നബിതങ്ങൾ ഏതെങ്കിലും കവിതകളിൽ ഉദാഹരണമായിട്ട് പറയാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട്, യതമസ്സലു ബിശൈഇൻ ഇബ്നു റവാഹ. ഇബ്നു റവാഹ പാടിയ പാട്ടൊക്കെ ചിലപ്പോൾ നബി എന്താക്കാറുണ്ട്, പറഞ്ഞ് ഉദ്ധരിക്കാറുണ്ട്. വയതീക ബിൽ അഖ്ബാരി മൻ ലം തുസവ്വിദി എന്നൊക്കെ പറയുന്ന നല്ല അർത്ഥമുള്ള കവിതകളൊക്കെ പാട്ടൊക്കെ ചിലപ്പോൾ നബി പറഞ്ഞു. ഇപ്പം പാട്ട് അറിയില്ല, പാട്ടുണ്ടാക്കാനും അറിയില്ല. കാരണം ഖുർആനും പാട്ടാന്ന് അവർ പറയരുതല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ആക്ഷേപിച്ചിരുന്നല്ലോ. അപ്പം നബിക്കത് അറിയില്ല എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. കവിത അറിയില്ല, എഴുതാൻ അറിയില്ല, എഴുതിയത് വായിക്കാൻ അറിയില്ല എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഇതാണ് ആ കവിത. വയതീക ബിൽ അഖ്ബാരി മൻ ലം തുസവ്വിരി. നീ വിഭവങ്ങൾ പറഞ്ഞ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് പറഞ്ഞയച്ച ആളായിരിക്കൂല ചിലപ്പോൾ നിനക്ക് വാർത്തകൾ കൊണ്ടുതരുന്നത് എന്നൊക്കെ പറയുന്ന. നമ്മൾ നനക്കാത്തതാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുക. നമ്മൾ ഒരുക്കി പറഞ്ഞ ആൾക്കാർ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു കാര്യവും കിട്ടൂല. ഒരുക്കാതെ പറഞ്ഞയച്ച ആൾക്കാരെക്കാരും ചിലപ്പോൾ നമുക്ക് ഉപകാരം കിട്ടുന്ന ആളുകൾ വാർത്തകൾ നൽകുന്നത് എന്ന്. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാരിൻ ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ മഹ്ദീൻ ഹദ്ദസന സുഫിയാൻ സൗരി അൻ അബ്ദുൽ മലിക് ബിൻ ഉമൈർ ഹദ്ദസന അബൂ സലമത്ത് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്തഖ കലിമത്തിൻ ഖാലഹ ശായിറു. ലോകത്ത് കവി പറഞ്ഞിട്ടുള്ള ഏറ്റവും സത്യമായ വാക്ക്, ഒരു കവി പറഞ്ഞതിൽ ഏറ്റവും സത്യമായ വാക്ക് അത് എന്താണ്? മാ ഖാലഹുൽ ലബീദ്. ലബീദ് പറഞ്ഞ കവി പാടിയതാണ്. എന്താണ് ആ പാടി? നബി പറയാണ്, ലബീദിൻ്റെ പാട്ടിൽ ആ വരി വല്ലാത്തൊരു അർത്ഥതലമുള്ള ഏറ്റവും സത്യമായ ഒരു വരിയാണ്. എന്താണ് ആ വരി? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പാടിയ ഒരു പാട്ടാണ്. പക്ഷെ നല്ല തത്വമാണ്, നല്ല സത്യമാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിൽ. അല്ലാഹു അല്ലാത്ത എല്ലാം ബാത്തിലാണ്. സഹീഹ് ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലാഹു മാത്രം. ബാക്കിയൊക്കെ ബാത്തിലാണ്. ഞാനും നിങ്ങളും ഭൂമിയും ദുനിയാവും എല്ലാം ബാത്തിലായി പോവും, ഒക്കെ നശിച്ചു പോവും. കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. അതാണ് അതിൻ്റെ അടുത്ത വരി. എല്ലാ സുഖ സൗകര്യങ്ങളും, വകുല്ലു നഈമിൻ, എല്ലാ സുഖ സൗകര്യങ്ങളും, ലാ മഹാല, യാതൊരു സംശയവും വേണ്ട, സായിലും, അതൊക്കെ നീങ്ങിപ്പോകും. വീടായാലും കൊട്ടാരായാലും വണ്ടിയായാലും വാഹനമായാലും ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ നഷ്ടപ്പെടും. അള്ളാഹു മാത്രം അവശേഷിക്കും. ഇത് ഒരു കവി പറഞ്ഞതിൽ ഏറ്റവും സത്യമായ വചനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു. അല്ലേ? നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ വിചാരിക്കല്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോണ് മുന്നിൽ വെച്ചിട്ടാണ് നമ്മളെ എല്ലാ കളിയും നടക്കുന്നത്.
സംസാരിക്കുന്നത്, വർത്തമാനം പറയണത് എല്ലാം എല്ലാം എല്ലാം. പക്ഷേ ഈ ഫോണൊന്നും ഇല്ലാത്തൊരു ലോകം നമുക്ക് വരൂലേ? ഒരു സോഷ്യൽ മീഡിയയും ഒരു വാട്സപ്പ് ഗ്രൂപ്പും കുടുംബ ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒന്നുമില്ലാത്ത ഫ്രണ്ട്സും നഷ്ടപ്പെടും, ഗ്രൂപ്പും നഷ്ടപ്പെടും, കുടുംബവും നഷ്ടപ്പെടും, കുടുംബ ഗ്രൂപ്പും നഷ്ടപ്പെടും. കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ മാർഗങ്ങളും മുറിയും. എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെ ഭൂമിൻ്റെ ആധാരം പോയി, വേറെ ആളെ പേരിലാക്കി ഭൂമി പോയി. എല്ലാം എല്ലാം നഷ്ടപ്പെടുന്ന എന്നത് യാഥാർത്ഥ്യമാണ്. ഈ കാണുന്നതൊക്കെ മിഥ്യയാണെന്ന് പറഞ്ഞില്ലേ? കാണുന്നതെല്ലാം മിഥ്യയാണ്. അള്ളാഹു മാത്രമാണ് അവശേഷിക്കുന്നവൻ. വനരിസുൽ അർള വമൻ അലൈഹ, ഭൂമി അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ അനന്തരെടുക്കുന്ന പറഞ്ഞില്ല പഠിച്ചാൻ നബി തങ്ങൾ പറയായിരുന്നു. വേറെ സമയത്ത് നബി ചെറിയൊരു പാട്ട് പാടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ജുന്ദുബ് ബിനു സുഫിയാനുൽ ബജലി പറയുന്നു, അസാബ ഹജറുൻ അസ്ബാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദമിയത്ത്. ഉഹദ് യുദ്ധത്തിലാന്ന് തോന്നുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിരലിന് പരിക്ക് പറ്റി രക്തം പൊടിഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ഇനന്തി ഇല്ലാ ഉസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മഹറഖീതി. ചുടുരക്തം ഒഴുകുന്ന വിരലിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്ക്, അല്ലന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി, നീ ഇപ്പോൾ ചോര പൊടിഞ്ഞ ഒരു വിരൽ മാത്രമല്ലയോ, വഫീ സബീലില്ലാഹി മഹറഖീതി, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സംഭവിച്ചതല്ലയോ. വിരലിപ്പോൾ ചോര പൊടിഞ്ഞതിനിപ്പോൾ എന്താ? പൊടിയണല്ലോ, അള്ളാഹിൻ്റെ മാർഗത്തിലല്ലേ, അതിനിപ്പോൾ എന്താ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ചോരയൊലിക്കുന്ന വിരലിലേക്ക് നോക്കി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അല്ലന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മഹറഖീതി. അപ്പോൾ അങ്ങനെ ഒരു വരി പാടിയിട്ടുണ്ട്. വേറൊരു പാട്ട് വേറെ ആളത് പാടിയിട്ടുണ്ട്. ഒരു യുദ്ധം നടക്കുമ്പോൾ, ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ, ഹവാസിൻ ഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതിനെക്കുറിച്ച് ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ ഓടിയിരുന്നോ യുദ്ധക്കളത്തിൽ പേടിച്ചിട്ട്? അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നബി ഓടിയിട്ടില്ല, നബിൻ്റെ കൂടെയുള്ളവർ ഓടിയിട്ടില്ല, പൊതു മുസ്ലിമീങ്ങളായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരെ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അഫറൽതുമൻ റസൂലില്ലാഹി യാ അബാ ഉമാറ, അബൂ ഉമാറ, അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധക്കളത്തുനിന്ന് പിന്തിരിഞ്ഞോടിയ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, റസൂലുള്ളാഹിനെ യുദ്ധക്കളത്തിലിട്ട് നിങ്ങൾ ഓടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഒരു യുദ്ധത്തിൽ മുന്നേക്ക് പോകാമെന്നല്ലാതെ ഒപ്പമുള്ളവർ ആരും ഓടിയാലും അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അണുകിട പോലും പിന്നോട്ട് പോകൂല. വലാകിൻ മല്ലാന സറാനുന്നാസി തലഖത്തുഹും ഹവാസിൻ ബിൻ നബിരി, ജനങ്ങളിൽ നിന്നുള്ള ധൃതി പിടിച്ച ആൾക്കാരില്ലേ, അല്ലെങ്കിൽ ഇപ്പം ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അവരെ ഹവാസിൻ ഗോത്രക്കാർ അമ്പെയ്ത്ത് കൊണ്ട് നേരിട്ടു. തുടരെ അമ്പ് ഇങ്ങനെ ശരീരത്തിലേക്ക് തറച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ തൻ്റെ കോവർ കൈതയുടെ പുറത്ത് തന്നെയാണ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് തൻ്റെ റസൂലുള്ളാഹിൻ്റെ കോവർ കൈതയുടെ കടിഞ്ഞാണും പിടിച്ചിട്ടുണ്ട്. അന്നേരം അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, 2000-ഓളം വരുന്ന ആളുകൾ, കുറേ ആൾക്കാർ ഓടിയിട്ടുണ്ട്, പക്ഷെ നബിൻ്റെ അടുത്ത ആൾക്കാർ മാത്രമേ ഓടാത്തുള്ളൂ. അന്നേരം നബി തങ്ങൾ ഉറക്കെ പറയാണ്, പിന്നിലേക്ക് നോക്കാതെ മുന്നിലേക്ക് അവരിലേക്ക് ഇങ്ങനെ ഓടിയെടുത്തിട്ട് പറയാണ്, അനൻ നബിയുൽ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, കള്ളമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രനാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രനാണ്. മക്കയുടെ അധിപനായിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണു ഞാൻ സത്യവാനായ നബിയാണ്, കള്ളനല്ല എന്ന് അള്ളാഹിൻ്റെ റസൂൽ കൈതപ്പുറത്തിരുന്ന് ഇങ്ങനെ പറയാം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അത്രയുള്ള ധീരന്മാർ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. സഹാബാക്കൾ ആരും കണ്ടില്ല. നമ്മളിപ്പോൾ വലിയ
ധീരന്മാരായ സഹാബികളുടെ യുദ്ധപാടവങ്ങളെക്കുറിച്ചൊക്കെ പറയാറില്ലേ? പക്ഷെ അവരൊക്കെ പറയാറുണ്ട് റസൂലുള്ളാഹിൻ്റെ അത്ര ധൈര്യം ഞങ്ങൾക്കൊന്നുമില്ല. മദീനയിൽ ഒരു രാത്രിയിൽ പറയാൻ മതി ചിലപ്പോൾ, മദീനയിൽ ഒരു രാത്രിയിൽ ആളുകൾ കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. ഒരു ഭീകരമായ ശബ്ദം, ഏതോ ശത്രുക്കൾ പുറത്തുനിന്ന് വരുന്ന ശബ്ദം പോലെ. ആളുകൾ വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങി എന്താണാവോ മദീനയിൽ ഒരു വല്ലാത്തൊരു ശബ്ദം, വല്ല ശത്രുക്കളും വരുന്നുണ്ടോ ആവോ എന്നിങ്ങനെ ആളുകളൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോളി, ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, എവിടെയും പ്രശ്നമൊന്നുമില്ല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ പോയി നോക്കി, അവിടെ എവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളൊക്കെ പോയി കിടന്നുറങ്ങിക്കോ. സയ്യിദുനാ വ ഹബീബുനാ വ മുസ്തഫാനാ വ ഖുർറത്തു അയ്യുനിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഇഷ്ടമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെയും ലോകത്തിൻ്റെയും നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൻ്റെ കരളിൻ്റെ കഷ്ടമായ ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തിൻ്റെ കാരുണ്യമായ, ലോകത്തിൻ്റെ ജേതാവായ, ഈ ലോകത്തെ ഏറ്റവും മുന്തിയ ദീനീ നിയമങ്ങൾ ശരീഅത്തുൽ ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഖുർആനിൻ്റെ നായകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് വ്യക്തിജീവിതത്തിന് മാതൃകയാണ്, അവിടുന്ന് കുടുംബജീവിതത്തിന് മാതൃകയാണ്, അവിടുന്ന് മുസ്ലിം ലോകത്തിന് മാതൃകയാണ്, അവിടുന്ന് അമുസ്ലിം ലോകത്തിൻ്റെയും നേതാവാണ്, അറബികളുടെയും അനറബികളുടെയും നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറത്തുൽ ഖളായിൽ മക്കയിൽ പ്രവേശിച്ചു. ആദ്യത്തെ കൊല്ലം ഉംറക്ക് പോയപ്പോൾ മക്കക്കാർ പറഞ്ഞിട്ട് കയറാൻ പറ്റൂല കാരണം അടുത്ത വർഷം വരാമെന്ന് പറഞ്ഞു. പിറ്റത്തെ വർഷം ചെന്നു, അതാണ് ഉംറത്തുൽ ഖളാ. ഉംറത്തുൽ ഖളാവിൻ്റെ വർഷത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മക്കയിൽ കയറുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെയാണ് അതിൻ്റെ പിറ്റത്തെ കൊല്ലമാണ് മക്കം പിടിച്ചടക്കുന്നത്. ഉംറത്തുൽ ഖളാ അതിൻ്റെ മുമ്പത്തെ വർഷം അടക്കി വിട്ടല്ലോ. ബയ്യത്തുർ റിദ്വാൻ, മരണം വരെ ഞങ്ങൾ പോരാടുമെന്ന് സഹാബാക്കൾ ബയ്യത്ത് ചെയ്ത 1500 വരുന്ന സഹാബികൾ ഹുദൈബിയയെ വെച്ചിട്ട് ബയ്യത്ത് ചെയ്ത സംഭവം ഉണ്ടല്ലോ. അന്നത്തെ കരാറായിരുന്നു. ഒരുപാട് കരാറുണ്ടായിരുന്നല്ലോ. ആ കരാറിൻ്റെ കൂട്ടത്തിൽ പെട്ടതായി അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യാൻ. അപ്പോൾ അവർ അടുത്ത വർഷം ഉംറ ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. പിറ്റത്തെ വർഷം ചെന്ന് ഉംറ ചെയ്യുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കവിയുണ്ട് അവിടെ, ഇബ്നു റവാഹ, നല്ല സ്വഹാബിയ, ധീരനാണ്, വഫാത്തായിപ്പോയി, യുദ്ധത്തിൽ ഷഹീദായി. നബിൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കുക, പാട്ടും പാടിയിട്ട്. ഖല്ലൂ ബനിൽ കുഫാരി അൻ സബീലി അല്ലഹുമ നദ്രിബുക്കും അലാ തൻസീലി ضربا يزيل الهام عن مقيلي ويذهل الخالين عن خليلي. ഈ പാട്ടിങ്ങനെ പാടുകയാണ്. ശത്രുക്കളെ ദേഷ്യം പിടിപ്പിക്കുക എന്ന് പറയാം. എമ്മാതിരി പാട്ടാണെന്നറിയോ. ഒരു ഭയങ്കര പവറായിരുന്നു പാട്ടിന്. വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകളായിരുന്നു. ഉമർ ഖത്താബ് തങ്ങൾ ഇബ്നു റവാഹ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിൽ നിന്ന് ഹറമിൽ വെച്ചിട്ട് നിങ്ങൾ പാട്ട് പാടണമെന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂപ്പരെ വിട്ടേക്ക്, മൂപ്പര് പാടട്ടെ ഉമറേ. കാരണം ലഹിയ അസ്റഉ ഫീഹിം മിന ലഹിൻ നബിലി, അമ്പ് തറക്കുന്നതിനേക്കാൾ അതിവേഗത്തിൽ, ശരവേഗത്തിൽ അവരെ ഹൃദയത്തിൽ അത് തറക്കുന്നുണ്ട്. അമ്പർച്ച അത്ര വേദന ഉണ്ടാവില്ല, അതിനേക്കാളും വേദന അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ പാട്ട് കേട്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം കരാർ അടിസ്ഥാനത്തിൽ പിറ്റത്തെ കൊല്ലം വന്ന് ഉംറ ചെയ്യാന്ന നിയമം. ധീരനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പാടിയ പാട്ടാണ് ഖല്ലൂ ബനിൽ കുഫാർ. കുഫാറിൻ്റെ മക്കളെ മാറി നിൽക്കടാ അൻസബീരി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഴിയിൽ നിന്ന്. അല്ലൗമ നദ്രിബുക്കും അലാ തൻസീലി, ഇന്നടോ നിങ്ങളൊക്കെ ഞാൻ അടിക്കും, പരിശുദ്ധമായ ഖുർആനിൻ്റെ പേരിൽ ഞാൻ നിങ്ങളൊക്കെ അടിക്കും.
ളർബൻ യുസീലുൽ ഹമ അൻ മഖീലി. തലച്ചോറ് വേറെടുക്കുന്ന രീതിയിലുള്ള അടി നിങ്ങൾ അടിക്കാൻ പോകണ്ടേ നമ്മൾ. വാളുകൊണ്ട് വെട്ടു നിങ്ങളെ തല നമ്മൾ. വൈദ്ഹിബുൽ ഖാലീല അൻ ഖാലീലി. അതിഭീകരമായ രീതിയിൽ നമ്മൾ നിങ്ങളെ കൈകാര്യം ചെയ്യും. ഭർത്താവിന് ഭാര്യയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത, ഭാര്യയ്ക്ക് ഭർത്താവിനെ, സുഹൃത്തിന് തൻ്റെ സുഹൃത്തിനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ, അവരെയൊക്കെ മറന്നു പോകുന്ന വിധത്തിൽ അതിഭീകരമായിട്ട് നിങ്ങളെയൊക്കെ തലയെടുക്കണോ ഞങ്ങൾ എന്നൊക്കെ പാടിയിട്ടുള്ള അതിഭീകരമായ പാട്ടാണ് പാടുന്നത്. വേറെ വരി ഇത് ഇത് മക്ക പിടിച്ചടക്കിയിട്ടില്ല, പക്ഷേ ദേഷ്യം തീർക്കുകയാണേ. കാരണം പിറ്റത്തെ സ്വന്തം മക്കയ്ക്ക് കയറാൻ പറ്റില്ല എന്നാണ് തിരിച്ചയച്ചതാണ് പിറ്റത്തെ കൊല്ലം, കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ വർഷം. അപ്പോൾ നിങ്ങളൊക്കെ താല നമ്മൾ എടുക്കടാ കഴുത്തുനിന്ന് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി ഉറങ്ങാൻ കഴിയില്ല എന്ന്. യൗമൻ നസീലുൽ ഹാമ, നിങ്ങളൊക്കെ തല വേറെടുക്കും. അതിന് മക്കയിലിഹി, തലയണയിൽ നിന്ന് അതിനർത്ഥം. കടപ്പറയിൽ നിന്ന് വേറെടുക്കുന്ന രീതിയിലുള്ള വെട്ട് നമ്മൾ നിങ്ങളെ തലക്കൊക്കെ വെട്ടാൻ പോയിട്ട് മാറി നിൽക്കട കാഫിറിൻ്റെ മക്കളെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഴിയിൽ നിന്ന് എന്ന് വിശുദ്ധമായ കാബയുടെ ആ തവാഫിനും വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ പ്രവേശിച്ചപ്പോൾ നിന്ന് പാടുകയാണ്. ഹജ്ജിനും ഉംറയൊക്കെ പോകുന്ന ആൾക്കാർ ഇതൊക്കെ മനസ്സിലിങ്ങനെ കാണണം. അള്ളാഹിൻ്റെ റസൂലും ഇബ്നു റവാഹൊക്കെ മുന്നോട്ട് ഇങ്ങനെ പാടി പാട്ടൊക്കെ ഇങ്ങനെ ആ സന്ദർഭമൊക്കെ ഇങ്ങനെ ആലോചിക്കണം. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ്. ഹുദൈബിയ എന്നൊക്കെ ഉംറ ചെയ്തിട്ട് ഉംറയ്ക്ക് പോകാൻ പാറുണ്ട്, ഹുദൈബിയക്ക് പോകാറുണ്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി. അവിടെ വെച്ചിട്ടാണ് ബയ്യത്ത് നടന്നത്. 1500 ആൾക്കാരെ എന്താ മക്കയ്ക്ക് പ്രവേശിക്കുക, യുദ്ധം ചെയ്തതിന് മെരിക്കോളം ഞങ്ങളവിടെ യുദ്ധം ചെയ്യും. ഓരോരുത്തരും കൈ പിടിച്ചാണ് മുസാബത്ത് ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ മെരിക്കോളം. അതിനാണ് ബയ്യത്ത് റിദ്വാൻ. ആ മരത്തിൻ്റെ ചോട്ടിൽ ഇത് യുബായിനൊക്കെ തഹത്ത ഷജറ, ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് അവർ ബയ്യത്ത് ചെയ്തില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയണേ. അങ്ങനെ ആ കൊല്ലം തിരിച്ചു പോയിട്ട് പിറ്റത്തെ കൊല്ലത്തെ വരവിലാണ് ഈ പറയുന്നത്. ഉമർ ഖത്താബ് തങ്ങൾ അടക്കം പറഞ്ഞു, അല്ല മൂപ്പർക്ക് ഇപ്പോൾ ഓരെക്കുറിച്ച് പറയണതിലല്ല പ്രശ്നം കേട്ടോ, റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പാട്ട് പാടുകയാണ്. അപ്പോഴാണ് പറഞ്ഞ് ഉമറെ മൂപ്പരെ വിട്ടേക്ക്, അമ്പ് തറക്കുന്നതിനേക്കാൾ വേഗത്ത് അത് അവരെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറണം ഉമറെ, നടക്കട്ടെ എന്ന്. നബിൻ്റെ ഒരു ധൈര്യം നോക്കി നിങ്ങൾ. ആരെയും കൂസാത്ത, പറയേണ്ടത് പറയേണ്ട ആൾക്കാർക്ക് അനുവാദം കൊടുക്കുന്ന മദീനയിലെ. മക്കയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു റസൂലുള്ളാഹിനെ അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി കുറേ കവികളുണ്ടായിരുന്നു. അവർക്ക് മക്കാർ സ്റ്റേജ് അനുവദിക്കും, സ്റ്റേജ് കെട്ടും, കവിയരങ്ങുണ്ടാകും. അതിലെ കാര്യമായ കലാപരിപാടി എന്താണെന്നറിയോ? എന്താ? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച് പാട്ട് പാടുക, എന്നിട്ട് ചിരിച്ച് ആസ്വദിച്ചിട്ട് മാത്ത് പിടിക്കുക കാളു പിടിച്ചിട്ട്. അള്ളാഹിൻ്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന സഹാബി വര്യനെ അവിടെ സ്റ്റേജനുണ്ടാക്കി കൊടുത്ത് മദീനത്തെ പള്ളിയിൽ. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ അല്ലാഹുമ്മ അയ്യിദ് ബി റൂഹിൽ ഖുദുസ്, ജിബ്രീലിനെ കൊണ്ട് ശക്തി കൊടുക്കണേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്തിനവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു മദീനത്തെ പള്ളിയിൽ. അത് ആലോചിക്കണം, മദീനത്തെ പള്ളിയിൽ പോകുമ്പോൾ നമ്മളൊക്കെ നബിൻ്റെ ആ മദീനത്തെ ആ ജീവിതം എങ്ങനെയായിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇങ്ങോട്ട് പാടിയാണ്ടല്ലോ, അതവിടെ എത്തും, മക്കയൊക്കെ എത്തും. അവർ പറഞ്ഞ ഓരോ വാക്കിനും മറുപടി കൊടുക്കുന്ന പണിയാണ് മൂപ്പർക്ക്. നബി പറയും മറുപടി കൊടുക്കുക ഹസ്സാൻ എന്ന് പറയും. അവരെ ഭാഗത്തുനിന്ന് ആക്ഷേപിച്ച് പാടിയാൽ അതിന് പാട്ടുകൊണ്ട് തന്നെ. ജാബിർ ഇബ്നു സമുദ്ര റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാലസ്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറ മിൻ മിഅതി മറ, നബിൻ്റെ കൂടെ ഞാൻ 100-ലധികം വട്ടം സദസ്സിൽ ഇരുന്നിട്ടുണ്ട്. നമുക്കൊന്നും ഇരിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ഹബീബായ മുത്തനബിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാപ്പാർക്കുമാർക്കൊക്കെ പടച്ചോൻ സഹായിക്കട്ടെ. അള്ളാഹു നമുക്ക് സഹായം തരട്ടെ. അപ്പോൾ 100-ലധികം തവണ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ പോയിരുന്നിട്ടുണ്ടെന്ന് ജാബിർ ഇബ്നു സമുറ. വകാന അസ്ഹാബു യത്സനാദുന അശ്ശിറ വയതദാക്കറൂന അശ്യാ മിൻ അംരിൽ ജാഹിലിയ്യ വഹുവ സാകിത്തുൻ വറബ്ബമാ തമസ്സമ മഅഹും. അവരങ്ങോട്ടും കൊണ്ട് പാട്ടൊക്കെ പാടും സഹാബികൾ. പാട്ടും ഷെയറും ഒരു കവിതയല്ലേ അവരെ കാര്യമായിട്ടുള്ള പരിപാടി. കവിത ആലപിക്കും, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയും. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മിണ്ടാതെ കേൾക്കും. റബ്ബുമാ തബസ്സം. ചിലപ്പം അവർ പറയുന്ന കൂട്ടത്തിൽ പഴയ കാലത്തെ കഥകളില്ലേ, ആ പഴയകാല കഥകളൊക്കെ പറയുമ്പോൾ നബി ഇങ്ങനെ കേട്ടിരിക്കും, മിണ്ടാതിരിക്കും. ചിലപ്പോൾ ഒക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയും ചെയ്യും, പുഞ്ചിരിക്കുകയും ചെയ്യും. സഹാബാക്കളെ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യും. നബിനെ ചിരിപ്പിക്കുന്ന പരിപാടി അവർക്കുണ്ട്, അതുകൊണ്ട് നബിനെ ചിരിപ്പിക്കുക എന്നുള്ള പരിപാടി ഉണ്ട്, സന്തോഷിപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഒന്നാണ്, കളവ് പറഞ്ഞിട്ട് ചിരിപ്പിക്കില്ല. നമ്മളെ ഈ ആയിഷ ബീവിക്കൊക്കെ എത്ര കവിത കാണാൻ പാടുണ്ട് ഇനി അറിയങ്ങൾ.
30,000 എന്നിട്ട് പറഞ്ഞ് ഓർക്കുന്നുണ്ട് ഏതോ സംഭവത്തിൽ. ആയിഷ ബീവിക്ക് ആയിഷ ബീവിയൊക്കെ ചിലപ്പോൾ കവിത ഒക്കെ പാടി കൊടുക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങോട്ട് പാടിക്കാൻ ആയിഷ എന്നറിയും. നമ്മളെ ഈ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ പെണ്ണുങ്ങളായിരിക്കും. എല്ലാം പഠിക്കണം നമ്മളെ. അപ്പം അങ്ങനെയാണ്. വേറെ കവിത കുട്ടികളെ, ബഹുമാനപ്പെട്ട അംർ ഇബ്നു ശരീദ് നബീഹി ഖാല കുന്തു ഇദ്ഫൻ നബി, ഞാൻ നബിൻ്റെ ബേക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളായിരുന്നു. ഒട്ടകപ്പുറത്ത് 2 ആൾ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ബേക്കിലായിരിക്കുക, ഞാൻ നബിൻ്റെ ബേക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു. ഫൻഷത്തുഹു മിയത്ത ഖാഫിയത്തി മിൻ ഖൗലി ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് സഖഫിൻ്റെ 100 വരി ഞാൻ നബിക്ക് പാടിക്കൊടുത്തു. ഒക്കെ കാണാപാടാണ്, എഴുത്തും വായനയൊന്നുമില്ലല്ലോ, ഒക്കെ കാണാപാടാണ്. എഴുത്തും വായനയൊക്കെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. എഴുതി വെക്കുക, പുസ്തകം എടുത്ത് വായിക്കുക, എല്ലാം കാണാപാടായിരിക്കും. അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഉമയ്യത്ത് ബിൻ അബു സലത്തിൻ്റെ 100ഓളം വരുന്ന പാട്ട് ഞാൻ പാടിക്കൊടുത്തു. കുല്ലമ അൻഷത്തുഹു ബൈത്തൻ, ഓരോ പാട്ട് ഇങ്ങനെ പാടുമ്പോഴും ഖാലലിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയും അടുത്ത വരി ഹത്ത അൻഷത്തുഹുമി, അങ്ങനെ ഓരോ 100 വരി ഞാൻ ചൊല്ലിക്കൊടുത്തു. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകാദ യുസ്ലിമു, എന്താലേ എന്തോ ഒരു ആശയമൊക്കെ ഉള്ള കവിതയാണ് പാടിയത്. പക്ഷെ മുസ്ലിമാകാനായിരുന്നു, പക്ഷെ മുസ്ലിമാകാൻ അയാൾക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സമയം കുറച്ചായിട്ടുണ്ട്, പക്ഷേ ഒറ്റ ഹദീസിലും പറഞ്ഞാൽ ഈ പാഠം തീരും. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല കാന റസൂലുള്ളാഹി യദഉ ലി ഹസ്സാൻ ബിൻ സാബിത് മിംബറൻ ഫിൽ മസ്ജിദ് യഖൂമു അലൈഹി ഖായിമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ബിൻ സാബിത്തിന് വേണ്ടി ഒരു സ്റ്റേജ് കെട്ടിക്കൊടുത്തു. മൂപ്പർക്ക് പാട്ട് പാടാൻ നേരത്ത് അവിടെ പാടി നിൽക്കും. ഇഫാഖിർ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനാഫി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മദ്ഹ് പറയാം, നബി തങ്ങൾക്ക് വേണ്ടി മറുപടി പറയാം. കവിതയും കൂടെയാണ് മറുപടി പറയാം. ഇപ്പൊക്കെ നമ്മളിങ്ങനെ പ്രസ്താവനയും കൂടെയാണല്ലോ മറുപടി അറിയില്ലേ. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റും ഇങ്ങോട്ടൊക്കെ ഏതാണ് പ്രസ്താവന ഇറക്കിയിട്ടാണ്. അന്നത്തെ ആക്ഷേപവും നിരൂപണങ്ങൾക്ക് മറുപടിയും ഖണ്ഡനവും മണ്ഡനമൊക്കെ കവിതയും കൂടെയാണ് നടക്കുക. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്തിനായിരുന്നു ഇതിൻ്റെ ദൗത്യം. ആ റസൂലുള്ള പറയും, ഇന്നല്ലാഹു അയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ് മായിനാ ഫി വിഫാഖ് റസൂലില്ലാ. നബി പറയും, അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി വാദിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ അഭിമാനം കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാട്ട് പാടുന്ന കാലത്തോളം റൂഹുൽ ഖുദ്സിൻ്റെ സഹായം ഹസ്സാനിന് ഉണ്ടാകുമെന്ന് റസൂലുള്ള പറയും. എന്താ പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി അഭിമാനിച്ച് പാടുന്ന കാലത്തോളം ഹസ്സാൻ ഇബ്നു സാബിത്തിന് ജിബ്രീലിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നിൻ്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, ഹബീബായ മുത്തുനബിയോട് മഹബ്ബത്തുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ കാണാനും ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يسر لنا أمورنا مع راحة قلوبنا والسلامة في ديننا ودنيانا يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. السلام عليكم ورحمة الله وبركاته.